അസ്സലാമു അലൈക്കും. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്താണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലയോ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. ഇനി ഈ ആയത്തിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2 ആയത്തുകളിൽ നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം മനുഷ്യന് ജീവിതം നൽകിയതിനെക്കുറിച്ചും അതുപോലെ മനുഷ്യന് വേണ്ടി ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ചതിനെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, മനുഷ്യന് ജന്മം നൽകും മുമ്പ് തന്നെ അവൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഉന്നതമായ സ്ഥാനങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഖലീഫ എന്ന പദത്തിന് പിൻഗാമി, അതല്ലെങ്കിൽ പകരം നിൽക്കുന്നവൻ, അതുമല്ലെങ്കിൽ പ്രതിനിധി എന്നൊക്കെയാണ് അർത്ഥം. ഇത് ആദം നബി അലൈഹിസ്സലാമയെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വാക്കാകാം, അതല്ലെങ്കിൽ മനുഷ്യരാശിയെ ആകെ ഉൾക്കൊള്ളുന്ന വർഗനാമവുമാവാം. ഓരോ മനുഷ്യനും തൻ്റെ മുൻഗാമിയുടെ പൈതൃകമേറ്റെടുത്തുകൊണ്ട് നാഗരികതയെ പരിപോഷിപ്പിക്കുന്നു. ഓരോ തലമുറയും പോയ തലമുറയ്ക്ക് പകരം ജീവിതരംഗത്ത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. എല്ലാ ചരാചരങ്ങളും ദൈവിക നിയമത്തിന് അഥവാ പ്രകൃതി നിയമത്തിന് വിധേയമായി വർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവയാണെങ്കിലും മനുഷ്യന് മാത്രം ഒരളവോളം ഭൗതിക വസ്തുക്കളുടെ മേൽ നിയന്ത്രണാധികാരമുള്ള സ്ഥാനപതിയായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ആദ്യ പിതാവായ ആദം മുതൽ തുടങ്ങിയ ഈ ഖലീഫ ഭരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയും ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരെ കൊണ്ടും ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭൂമിയിൽ അള്ളാഹു ഒരു സൃഷ്ടിയെ ഏർപ്പെടുത്തുന്ന വിവരം മലക്കുകളെ അറിയിച്ചപ്പോൾ അവർ അങ്ങനെ ചോദിച്ചു. ആ സൃഷ്ടിയിലടങ്ങിയ യുക്തി രഹസ്യം എന്താണെന്നുള്ള ഒരു അന്വേഷണമാണ് ഈ ചോദ്യം. അതായത് കുഴപ്പക്കാരും നാശക്കാരും ഉണ്ടായിത്തീരുന്ന ഈ സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതുകൊണ്ട് ഉദ്ദേശം നിന്നെ ആരാധിക്കുക എന്നുള്ളതാണെങ്കിൽ ഞങ്ങളിത് എപ്പോഴും നിന്നെ ആരാധിച്ചു വരുന്നവരല്ലയോ? ഇനി വേറെ ഒരു കൂട്ടരെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് താൽപ്പര്യം. അതിന് അള്ളാഹു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് മറുപടി പറയുകയും ചെയ്തു. അതായത് നിങ്ങൾ പറഞ്ഞ ദോഷം അതിലുണ്ടെങ്കിലും അതോടൊപ്പം അതിനേക്കാൾ കവിഞ്ഞ നന്മയും അതിലടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾക്കത് അറിയുകയില്ല. ഞാൻ അവരിൽ നബിമാരെയും റസൂലുകളെയും നിയോഗിക്കും. അവരിൽ സിദ്ദീഖുകളും ശുഹദാക്കളും പുണ്യവാന്മാരും ത്യാഗികളും പണ്ഡിതന്മാരും ഭക്തന്മാരും മറ്റും ഉണ്ടായിരിക്കുന്നതുമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ഭൂമിയിൽ അവൻ്റെ സൃഷ്ടികൾക്കിടയിലും വിധിയും നീതിയും നടത്തുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഖലീഫയാണ് അഥവാ അവൻ്റെ പ്രതിനിധിയാണ് ആദം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ സന്തതികളിൽ അദ്ദേഹത്തെപ്പോലെ നീതിയും സത്യവും പാലിച്ചു പോരുന്ന നല്ല ആളുകളും. ഇതനുസരിച്ച് നാശമുണ്ടാവുകയും രക്തം ചിന്തുകയും ചെയ്യുമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലാത്തവരെ ഉദ്ദേശിച്ചായിരിക്കും. ഭൂമിയിൽ നീതിയും നെറിയും നടപ്പിലാക്കുവാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ല ഈ പ്രാതിനിധ്യം നൽകുന്നതെന്ന് തീർച്ചയാണ്. 2 കാരണങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, ദിവ്യ സന്ദേശങ്ങളും ദൈവീക ശാസനകളും നേരിൽ ഏറ്റുവാങ്ങുവാൻ പറ്റിയ പ്രകൃതിക്കാരല്ല പൊതുവിൽ മനുഷ്യവർഗം. അതുകൊണ്ടാണ് അവരിൽ നിന്ന് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നതും അവർ മുഖാന്തരം അവ എത്തിച്ചു കൊടുക്കുന്നതും. രണ്ടാമതായി, ഖലീഫ സ്ഥാനം നൽകുക വഴി മനുഷ്യവർഗത്തെ ശ്രേഷ്ഠമാക്കുകയുമാണ് ഉദ്ദേശം. എന്നല്ലാതെ അള്ളാഹുവിന് അതിൽ ഏതെങ്കിലും ഒരാവശ്യം ഉണ്ടായതുകൊണ്ടല്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്ന വിവരം മലക്കുകളെ അള്ളാഹു അറിയിച്ചതിലടങ്ങിയ യുക്തി രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നിർണ്ണയിക്കുവാൻ സാധ്യമല്ലെങ്കിലും സന്ദർഭം വെച്ച് നോക്കുമ്പോൾ ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്.
ഇതര സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളും ശ്രേഷ്ഠതകളും മനുഷ്യനുണ്ടെന്ന് അവരെ മനസ്സിലാക്കപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പരസ്പരം കൂടിയാലോചന നടത്തുകയും മറ്റുള്ളവരുടെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് പഠിപ്പിക്കുക. താഴെ പറയുന്ന പ്രകാരം ആദമിന് സുജൂദ് ചെയ്യുവാൻ കൽപ്പിക്കുവാനുള്ള കാരണത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുക. അവരിൽ നിന്ന് പ്രകടമാക്കുന്ന പ്രതികരണമനുസരിച്ച് മനുഷ്യരെക്കുറിച്ചുള്ള അവരുടെ ധാരണ ശരിപ്പെടുത്തിക്കൊടുക്കുക എന്നിങ്ങനെ പലതും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കാം. വാസ്തവം അള്ളാഹുവിനറിയാം. ഏതായാലും മലക്കുകളുടെ സംശയങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മറുപടി വളരെ അർത്ഥവത്തവും ഗൗരവമേറിയതുമാകുന്നു. അതെ, ഇന്നി ആലമു മാലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്തായ കാര്യമാണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ ചില ദോഷവശങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവാമെങ്കിലും അതിൽ ഉപരിയായ പല നന്മകളും ഗുണങ്ങളും അവരിൽ നിന്നുണ്ടാവുമെന്നും നിങ്ങൾക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത പല രഹസ്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ടെന്നും ഈ വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം അനുഭവത്തിൽ നിന്നു തന്നെ മലക്കുകൾക്ക് ബോധ്യപ്പെട്ടതായി അടുത്ത വചനങ്ങളിൽ കാണാവുന്നതാണ്. മലക്കുകൾ എടുത്തു പറഞ്ഞ ആ ദോഷവശം ഭൂമിയിൽ നാശവും രക്തമൊഴുക്കലും മനുഷ്യരിൽ നിന്നുണ്ടാവുകയില്ലെന്നോ അവരുടെ ആ ആരോപണം അബദ്ധമാണെന്നോ അള്ളാഹു പ്രസ്താവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാകുന്നു. മനുഷ്യന് എത്ര തന്നെ ഉന്നതനും ഉത്തമനുമാണെങ്കിലും അവനിൽ ഒരു മറുവശം കൂടി കിടപ്പുണ്ടെന്നുള്ളതാണ് സത്യം. ഈ വാസ്തവം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ ഉണർത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലയോ? അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ കറിഞ്ഞുകൂടാത്തത് എനിക്കറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻഷാ അല്ലാഹ്. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.